ഹായ് ഹലോ, ഇന്ന് നല്ല സ്വീറ്റി ആയിട്ടുള്ള അടിപൊളി ഒരു ഐറ്റം തയ്യാറാക്കിയാലോ. ഇത് രാവിലെയും വൈകുന്നേരങ്ങളിലും കഴിക്കാൻ അടിപൊളിയാണ് ചൂട് ചായയുടെ കൂടെ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ബൗള് പരിപ്പ് എടുത്തിട്ടുണ്ട്. കടലപ്പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക വേവാനായിട്ട്. ഇതാ അങ്ങനെ പരിപ്പ് കഴുകി കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കാം. പരിപ്പ് വേകുമ്പോഴത്തേന് ഈ പലഹാരം തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള മാവ് തയ്യാറാക്കാം. 1 കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി അല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി വേണ്ടത് നെയ്യാണ്. അങ്ങനെ അല്പം നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് ചപ്പാത്തി മാവിൻ്റെയൊക്കെ ആ പരുവത്തിൽ കുഴച്ചെടുക്കാം. ഇങ്ങനെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് അല്പം നെയ്യും കൂടെ തടവി ഇതാ നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് മാവ്. ഇതാകുമ്പോഴത്തേക്കും 2 വിസിലടിച്ച് പരിപ്പ് വെന്തിട്ടുണ്ട്. ഇനി അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ 1/4 കപ്പ് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് അല്പം ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് ഇപ്പോൾ ഇതാ പരിപ്പ് അരഞ്ഞു പോയിട്ടുണ്ട്. അല്പം വെന്ത് പോയായിരുന്നു. ഇത്രയും ആകണ്ട, തരിതരിപ്പ് വേണം. അങ്ങനെ ഇതാ പരിപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇനി ഒരു പ്ലാസ്റ്റിക് കവർ ഇതുപോലെ എടുത്തതിന് ശേഷം അതിലേക്ക് അല്പം നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മൈദയുടെ മാവ് ഒരു ബൗളാക്കി എടുത്ത് അതിൻ്റെ നടുവിലായിട്ട് ഒന്ന് പരത്തിയതിന് ശേഷം അതിൻ്റെ നടുവിലായിട്ട് പരിപ്പ് കൊണ്ടുള്ള ആ ഫില്ലിങ്സും കൂടെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ആകൃതിയിലാക്കി എടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഒരു പീസ് കവറും കൂടെ വെച്ചിട്ട് പ്ലാസ്റ്റിക് കവറും കൂടെ വെച്ചിട്ട് ഒന്ന് ചപ്പാത്തി പരത്തുന്ന പോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് പെട്ടെന്ന് പരന്ന് കിട്ടും. ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പം പരത്തി എടുത്തിട്ടുണ്ട്. ഇനി അത് ചൂടായ ദോശക്കല്ലിലേക്ക് നെയ്യ് തടവിയതിന് ശേഷം ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഒരു ഭാഗം വെന്തതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ മുകളിലായിട്ട് അല്പം നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. നല്ല കണ്ടത്തിൽ കളറുണ്ടല്ലോ, അടിപൊളിയാണ്. ഞാൻ ഓരോന്നും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റ്. ചൂട് ചായയുടെ കൂടെയൊക്കെ വൈകുന്നേരം കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഒത്തിരി പ്രസ് ചെയ്യും വേണ്ട, പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാനും പറ്റും. കണ്ടില്ലേ, അടിപൊളിയാണ്. ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ആ നെയ്യുടെയൊക്കെ ഇതും മധുരവും പരിപ്പിൻ്റെ ഫില്ലിങ്സെല്ലാം കൂടെ തേങ്ങയൊക്കെ ചേർക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളത്. അടിപൊളിയായിട്ടുള്ള പലഹാരം തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. കണ്ടില്ലേ, കാണാനും അടിപൊളിയാണ്, കഴിക്കാനും അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായാൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.